ഹലോ, നമസ്കാരമുണ്ട്. ഗുഡ് ഈവനിങ്. കോട്ടയംകാരനാണ്. നമ്മളിന്നൊരു സൈക്കിൾ ഷോപ്പിൽ വന്നിരിക്കുവാണ്. കൊച്ചിന് 3 വയസ്സായി. അപ്പം ഒരു ചെറിയൊരു സൈക്കിൾ മേടിച്ചു കൊടുത്തേക്കാന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ സൈക്കിൾ ഷോപ്പിൽ വന്നു. എല്ലാവിധ ഐറ്റംസും ഉണ്ട് ഇവിടെ കേട്ടോ. ഞാൻ നോക്കിയിട്ട് എല്ലാം എൻ്റെ കണ്ണിൽ പെട്ടു. എല്ലാവിധ ഇലക്ട്രോണിക്സ് ഐറ്റംസുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ സൈക്കിൾ സെലക്ട് ചെയ്തു. അപ്പം അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. എല്ലാം ചെറുക്കൻ അവിടെ എല്ലാം നോക്കിയിരുന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവനൊന്നും മനസ്സിലായില്ല. എന്നിരുന്നാലും എല്ലാം നിന്ന് കേട്ടോണ്ടിരിക്കുന്നു. അപ്പം ചേട്ടൻ നമുക്കെല്ലാം പറഞ്ഞു തന്നു, എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം കാര്യങ്ങൾ എല്ലാം പറഞ്ഞു തന്നു. എല്ലാം അടിപൊളി. അങ്ങനെ സൈക്കിൾ നമ്മൾ ഫിറ്റ് ചെയ്തു. ചേട്ടൻ അവനും പറഞ്ഞു കൊടുത്തു. അവനും എന്തെങ്കിലും മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ചേട്ടൻ അവന് എല്ലാം പറഞ്ഞു കൊടുത്ത് മനസ്സിലായെന്ന് തോന്നുന്നെന്ന് വിചാരിക്കുന്നു. പുള്ളിക്കാരൻ കൈയൊക്കെ കൊടുത്തു, ഓക്കെ പറഞ്ഞു. അന്നേരം തന്നെ അളിയൻ ചാടി കയറി അതിനകത്ത്. അങ്ങനെ നമ്മൾ ഈ സൈക്കിൾ എടുത്തത് വാദിനാഥ എന്ന് പറയുന്നത് നമ്മുടെ വർക്കയിലുള്ള ഇലക്ട്രോണിക്സ് കടയിൽ നിന്നാണ് എടുത്തത്. അങ്ങനെ കടയിൽ നിന്ന് വെളിയിൽ ചാടി, എന്നിട്ടും അളിയൻ അതിനകത്തൊന്നും ഇറങ്ങിയില്ല. ഓക്കെ എങ്കിൽ ഓക്കെ എന്നും പറഞ്ഞ് കുറച്ച് നേരം അവിടെ ചവിട്ടി, സൈക്കിളിൽ ചവിട്ടി. എന്നിട്ടും അളിയന് തൃപ്തി വരുന്നില്ല. വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നടക്കുന്നില്ല. ഒരു രക്ഷയില്ല. പുള്ളിക്കാരൻ ഓടിക്കണം. ഓക്കെ, അങ്ങനെ പുള്ളിയുടെ പരിപാടികൾ കുറച്ചവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടെങ്കിൽ വീട്ടിൽ പോകാം എന്ന് വിചാരിച്ച് എടുത്തപ്പോഴത്തേന് അതും സമ്മതിക്കത്തില്ല. പുള്ളിക്കാരനെ ചവിട്ടണം. അപ്പോൾ അങ്ങനെ അവനെ കൊണ്ട് കുറച്ചവിടെ ചവിട്ടിച്ചു. അങ്ങനെ നമ്മൾ മൊബൈൽ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ അവൻ്റെ ചെറിയ അവിടുത്തെ അഭ്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ പോയപ്പോൾ അവൻ്റെ ചിന്ത ഇത് തന്നെയായിരിക്കണം. ഞാൻ ഈ സൈക്കിളുമായിട്ട് പോകുന്നു, അവൻ മുൻപേ ഓടുന്നു. നേരെ റൂമിലോട്ട് കയറുന്നു. അളിയന് ഭയങ്കര ധൃതിയായി. റൂമിൽ കയറിയിട്ടും ദൈവമേ, അന്നേരം തൊട്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. അന്നേരം തൊട്ട് അളിയൻ പ്രയത്നം സൈക്കിൾ ചവിട്ടാൻ പഠിക്കണ്ടേ. അങ്ങനെ കർത്താവേ എന്നൊക്കെ വിചാരിച്ച് അളിയൻ പരിപാടി